ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നിർവചനം മാറ്റാൻ കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതി ബിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 2019 ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ടിലെ ഭേദഗതിയാണ് രാജ്യവ്യാപകമായിട്ടുള്ള വിവാദത്തിന് കാരണമായത്. ഈ ബില്ല് പ്രകാരം കിന്നർ, ഹിജഡ, അർവാണി പോലുള്ള സമൂഹങ്ങൾ, അതുപോലെ തന്നെ ജനിതകമോ ശാരീരികമോ വ്യത്യാസമുള്ളവർ, ഇവരെ മാത്രമേ ഇനി ട്രാൻസ്ജെൻഡറായി പരിഗണിക്കൂ. അതുപോലെ തന്നെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ, അതായത് സ്വയം ലിംഗം തിരിച്ചറിയാനുള്ള അവകാശം ഇനി അംഗീകരിക്കില്ല. പകരം ഒരു മെഡിക്കൽ ബോർഡാണ് തീരുമാനിക്കുക. എന്തുകൊണ്ടാണ് ഈ ബില്ല് വലിയ പ്രശ്നമായത്? 2014 നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഒരു സുപ്രധാനമായിട്ടുള്ള വിധി പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറുകൾക്ക് മൂന്നാം ലിംഗം എന്ന അംഗീകാരവും ആർട്ടിക്കിൾ 14, 15, 16, 21 പ്രകാരം സമത്വവും അവകാശങ്ങളും, ഏറ്റവും പ്രധാനമായി സ്വയം ലിംഗം തിരിച്ചറിയാനുള്ള അവകാശവും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയിരുന്നു. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് 2019 സർക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ നിയമത്തിലൂടെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നിയമപരമായ അംഗീകാരം, ID കാർഡ് സംവിധാനം, സർക്കാർ ക്ഷേമ പദ്ധതികൾ, വിവേചനത്തിനെതിരെ സംരക്ഷണം എന്നിവ ഉറപ്പാക്കിയിരുന്നു.